നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ട്രെൻഡുണ്ട്, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ട്രെൻഡാണ്. സ്വാഭാവികമായ ആ ട്രെൻഡിനെ കുറച്ചുകൂടെ വലുതാക്കിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ഇതൊരു പക്ഷേ തെറ്റിദ്ധാരണാജനകമാണ്, തെറ്റിദ്ധാരണയാണ്, അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, നമുക്ക് അങ്ങനെ പലതും പറയാം. പക്ഷേ അതെന്ത് തന്നെയാണെങ്കിലും ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ, അതായത് നമ്മുടെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു സാഹചര്യം ഇവിടുത്തെ ഭരണാധികാരികൾക്കോ അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ചില സാധ്യതകളുള്ള നേതാക്കന്മാരുണ്ട് നമ്മുടെ ഇപ്പോൾ മത്സരത്തിൽ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ ഈ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരിൽ ഒരാൾ ശൈലജ ടീച്ചറാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. കാരണം എന്താണ്, നമുക്കെല്ലാവർക്കും അറിയാം 2021 വരെയുള്ളൊരു കാലഘട്ടം, ഇതിന് പല വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മുടെ ഒരു മുടിഞ്ഞ കാലഘട്ടമായിരുന്നു ശരിക്കും. അതായത് നമ്മുടെ വികസനം നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ അല്ലാതെ, നമ്മളുടെ കുറ്റം കൊണ്ടല്ലാതെ നമ്മൾ ഏറ്റവും അധികം യാതന അനുഭവിച്ച് കടന്നുപോയ വർഷമായിരുന്നു. പക്ഷേ യാതനകൾ നമ്മൾ തിരിച്ചറിയാതെ പോയത് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഗുണഗണം കൊണ്ടായിരുന്നു. ആ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ നമുക്കുണ്ടായ പോരായ്മകൾ മറികടക്കാൻ നമ്മളെ സഹായിച്ചത് ഈ പറയുന്ന നമ്മുടെ മന്ത്രിമാർ തന്നെയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട മന്ത്രി തന്നെയാണ് കെ ശൈലജ എന്ന് പറയുന്ന ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള ഒരു ദൗത്യം വളരെ കൃത്യമായി ഒരു കുറ്റവും കുറവും വരുത്താതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് തന്നെ തൻ്റെ വകുപ്പിനെ ഉപയോഗിച്ച ഒരു മന്ത്രിയാണ് ശൈലജ ടീച്ചർ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ശൈലജ ടീച്ചറിനോട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സ്നേഹവും ഒരു അടുപ്പവും ഒക്കെ തോന്നി തുടങ്ങിയിരുന്നു. അടുത്ത തവണ വീണ്ടും ശൈലജ ടീച്ചർ മട്ടന്നൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച് എത്തുകയും ചെയ്തു, സഭയിലേക്ക് എത്തി. പക്ഷേ ശൈലജ ടീച്ചറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി. ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ മറ്റൊരു തന്ത്രമാണ്. അതായത് പുതിയ ജനറേഷനിൽപ്പെട്ട മന്ത്രിമാർ കൂടി രംഗത്തേക്ക് വരട്ടെ എന്നുള്ള ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മന്ത്രി എന്നുള്ള നിലയിലേക്ക് ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തുകയും പകരം വീണ ജോർജിനെ അവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കുകയും ചെയ്തു. ശൈലജ ടീച്ചറിന് മറ്റ് പദവികളൊന്നും നൽകിയിട്ടുമില്ല. ഒരു MLA എന്നുള്ള നിലയിൽ ശൈലജ ടീച്ചർ തുടരുകയും ചെയ്യുന്നു. ഇതേ ശൈലജ ടീച്ചർ വീണ്ടും അടുത്ത വട്ടം കൂടി മത്സരിക്കാൻ ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ശൈലജ ടീച്ചറിന് ഒരു ചെറിയ തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ശൈലജ ടീച്ചറിന് ഒടുവിൽ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലേക്ക് മത്സരത്തിന് അയക്കുന്നു. ഇത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് അത്ര നല്ല പ്രവണത സൃഷ്ടിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടെന്നാൽ ഈ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം അത് UDFൻ്റെ കോട്ടയാണ്. ഒരു തവണ എനിക്കൊന്ന് 2001 2006 മറ്റോ ആണ് ശൈലജ ടീച്ചർ അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത്. അത് അത്ര വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നൊന്നും പറയാൻ കഴിയില്ല. ശൈലജ ടീച്ചർ ഒറ്റ തവണ പേരാവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരാളാണ്. അതിനുശേഷം അതിന് തുടർന്ന് ഇങ്ങോളം, അതിന് മുൻപോ പിൻപോ ഇടതുപക്ഷത്തിൻ്റെതായ യാതൊരു നേതാക്കന്മാരും ഒരു MLA പോലും ആ പേരാവൂരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ദുര്യോഗമാണ്, ദുരവസ്ഥയാണ്. പേരാവൂർ മണ്ഡലം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലമല്ല എന്നുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതാണ് ബാക്കി മുൻപും പിൻപുമുള്ള തെരഞ്ഞെടുപ്പുകൾ. എന്നാൽ ഇത്തവണ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഈ രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരുമ്പോൾ മട്ടന്നൂർ എന്ന് പറയുന്ന പൊതുവിൽ ശൈലജ ടീച്ചർ, അതായത് മട്ടന്നൂർ CPMൻ്റെ ഇടതിൻ്റെ കോട്ട തന്നെയാണ്. EP ജയരാജൻ സഖാവ് ജയിച്ചിരുന്നു. അപ്പം അതോടൊപ്പം തന്നെ ഈ ജയരാജൻ സഖാവ്, ശൈലജ ടീച്ചർ, ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു ഇടതുപക്ഷത്തിൽ ചായ്വുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നും ശൈലജ ടീച്ചറിനെ ഒഴിവാക്കിക്കൊണ്ട് പേരാവൂരിലേക്ക് കൊണ്ടു നിർത്തുന്നു. ഇത് ഒരു പക്ഷേ ഇതൊരു തെറ്റാണ്. കാരണം പാർട്ടി ചെയ്യുന്ന ഒരു മിസ്റ്റേക്കായി നമുക്കിതിനെ കാണാൻ സാധിക്കും. അവിടെ ശൈലജ ടീച്ചറിന് പറ്റിയ ഒരു മണ്ഡലം ഇവിടെയാണ്. പേരാവൂർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധ്യത മാത്രമാണ്. നിലവിൽ പേരാവൂരിൽ ഇടതുപക്ഷത്തിന് MLA ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഉള്ളത് സണ്ണി വക്കീലാണ്, സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രെൻഡുണ്ട്. അതായത് ഇവിടെ സണ്ണി വക്കീൽ പൊതുവിൽ ഇപ്പോൾ കേരളത്തിനൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് റീസൺസ് ആയിട്ട് അല്ലെങ്കിൽ കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമല, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല മറ്റൊന്നും അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. പിന്നെ ആകെയുള്ളത് ഈ സ്ത്രീ പക്ഷ വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ ആശാസമരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ഒക്കെ മാത്രമേ ഇവർക്ക് അതിനകത്ത് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർ അവിടെ പോകുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ് ജയിക്കുകയാണെങ്കിൽ സണ്ണി ജോസഫ് ഇപ്പോൾ KPCC അധ്യക്ഷൻ എന്ന പദവി വഹിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും പേരാവൂരിലുള്ള ജനം ചിന്തിക്കുന്നത് ഈ പറയുന്ന ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പല പോളുകൾ, എക്സിറ്റ് പോളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പല പ്രീ പോളിംഗ് എല്ലാം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ സർവേകളിലെല്ലാം ഇടതിന് ഒരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. അതായത് UDFന് 80 മുതൽ 90 സീറ്റ് വരെ അല്ലെങ്കിൽ 80 മുതൽ 85 സീറ്റ് വരെയൊക്കെയാണ് അപ്പോൾ പറയുന്നത്. അതായത് കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് കിട്ടി ഭൂരിപക്ഷം നേടിക്കൊണ്ട് UDF മിക്കവാറും അധികാരത്തിലേക്ക് കയറുന്ന സാഹചര്യമുണ്ട് എന്ന് പലരും വിലയിരുത്തുന്നു. അപ്പം ഇതൊരു ട്രെൻഡായിട്ട് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെൻഡിനനുസരിച്ചാണെങ്കിൽ പേരാവൂരിൽ തീർച്ചയായിട്ടും സണ്ണി വക്കീൽ ജയിക്കാൻ സാധ്യതയുണ്ട്, KPCC അധ്യക്ഷൻ. അപ്പോൾ ആ സണ്ണി വക്കീൽ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമെന്നോണം ഈ സണ്ണി വക്കീലിന് ഒരു മന്ത്രിസ്ഥാനം UDFകാർ നൽകും എന്നുള്ളതാണ് പൊതുവിലുണ്ടാകുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഈ പേരാവൂർ മണ്ഡലത്തിൽ ഈ ശൈലജ ടീച്ചർ ജയിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നൊരു തോന്നൽ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ശൈലജ ടീച്ചർ ജയിക്കുന്നില്ല ജയിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടി ജയിക്കാൻ സാധ്യത കുറവാണ്. കാര്യം 50-55 സീറ്റ് വരെ മാത്രമാണ് ഇടതുപക്ഷത്തിന് പിടിക്കാൻ കഴിയുന്നത് എന്നാണ് ഈ പറയുന്ന പ്രീ പോൾ സർവേ ഫലങ്ങളെല്ലാം കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ട്രെൻഡുള്ള സാഹചര്യത്തിൽ മന്ത്രിയാകാൻ നിൽക്കുന്ന മന്ത്രിയാകാൻ സാധ്യതയുള്ള സണ്ണി വക്കീലിനെ തഴഞ്ഞിട്ട് ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ശൈലജ ടീച്ചറിന് വോട്ട് കൊടുക്കണോ എന്ന് പേരാവൂരിലെ ആളുകൾ ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് വളരെ പ്രാധാന്യമുള്ള വിലപ്പെട്ട ഒരു സീറ്റാണ് നഷ്ടപ്പെടുന്നത്. ഇനിയും ഇത് മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് പകരമായി ഇറങ്ങുന്ന ആൾ അവിടെ ജയിച്ചില്ലെങ്കിൽ വരുന്നത് വലിയ ദുരന്തമായിരിക്കും. കാര്യം മട്ടന്നൂരുള്ളവർ ആഗ്രഹിക്കുന്ന ശൈലജ ടീച്ചറെയാണ്. അപ്പോൾ ശൈലജ ടീച്ചറിന് പകരമായി അവിടെ വരുന്ന ഒരാളെ ഇനിയിപ്പോൾ പാർട്ടിയുടെ കോട്ടയായതുകൊണ്ട് ഒരു പക്ഷേ ജയിച്ചേക്കാം എന്ന് തന്നെയാണെങ്കിലും അവിടെ ഒരു പരാജയം നേരിടേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു സീറ്റും കൂടി നഷ്ടമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പുതിയ ജനറേഷൻ വരുന്നതൊക്കെ നല്ല. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് പോയ ഉടുമ്പൻചോല എന്ന് പറയുന്ന മണ്ഡലത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. അവിടെ മണിയാശൻ ഈസിയായിട്ട് ജയിക്കും. മണിയാശാന് 80 വയസ്സുണ്ട്. ഇവിടെ അതേസമയം ഇപ്പം KK ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളിന് ഏകദേശം 75 വയസ്സോളം പ്രായമുണ്ട്. അതേ ഇതിനു മുമ്പ് അവിടെ MLA ആയിട്ട് ഇരിക്കുകയും ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണിയാശാൻ്റെ സാധ്യതകളെ തല്ലിക്കെടുത്തിക്കൊണ്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ AN ഷംസീറിനെ പോലെയുള്ള നേതാക്കന്മാർ പുറത്തേക്ക് വരേണ്ടതല്ലേ, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കേണ്ടതല്ലേ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വരാജിനെ പോലുള്ള ആളുകൾ അവരും നേരിട്ട് രംഗത്തേക്ക് വരേണ്ടതല്ലേ, അവർക്കും അവസരങ്ങൾ കൂടുതൽ വേണ്ടതല്ലേ. അതായത് മത്സരിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്, ക്രൗഡ് പുള്ളേഴ്സാണ്. അതിന് പകരമായി നമ്മൾ പൊതുവേ രാഷ്ട്രീയത്തിൽ അധികം കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരുപക്ഷെ പാർട്ടിയുടെ കോട്ട തന്നെ ആയിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും അധികം കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത ചെറിയ ചെറിയ നേതാക്കന്മാരെ ഇറക്കിക്കൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണത്തിന് പറ്റിയ ഒരു സാഹചര്യമല്ല നിലവിൽ കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇന്ന് ഇടതുപക്ഷത്ത് ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കി നിർത്തിക്കൊണ്ട് മത്സരത്തിൽ മുൻതൂക്കം നേടുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഏറ്റവും വലിയ ആവശ്യമായി മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ സർക്കാർ ചിന്തിക്കുന്ന ഒരു തുടർഭരണം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തുടർഭരണത്തിലേക്ക് സർക്കാർ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇറക്കി വിടുന്ന സ്ഥാനാർത്ഥികൾ അത്രയും നല്ല സ്ഥാനാർത്ഥികളായിരിക്കണം. ജനത്തിന് ഇവരൊക്കെ ജയിച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടിന് ഗുണമുണ്ടാകും എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരെ വേണം പുറത്തേക്ക് ഇറക്കി വിടാൻ. അപ്പോൾ പോകുന്ന സീറ്റുകൾക്ക് അവിടെ നഷ്ടപ്പെടുന്നതിനപ്പുറം മറ്റൊരാൾക്ക് മറ്റൊരു മുന്നണിക്ക് അവിടെ ഒരു സീറ്റ് വീഴുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തന്നെയുമല്ല ഇവിടെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ മത്സരം കുറച്ചുകൂടെ കർക്കശത്തോടു കൂടി നടക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇവിടെ ഇതിന് മുൻപായിരുന്നെങ്കിൽ UDFും LDFും എന്ന് പറയുന്ന രണ്ട് മുന്നണികൾ മാത്രമായിട്ടായിരുന്നു മത്സരം നടന്നിരുന്നത്. എന്നാൽ മറ്റൊരു മുന്നണി കൂടി വരുമ്പോൾ, അതായത് NDA പോലെ ഒരു മുന്നണി കൂടി വീണ്ടും മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന മാറ്റം പലതാണ്. അതായത് ഒരു മൂന്നാം മുന്നണിയുടെ വെറുതെയുള്ള ഒരു സാന്നിധ്യം എന്നതിനേക്കാൾ ഉപരിയായി ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കൂടി ഇത് വ്യാപരിക്കാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. അതായത് ഈ പറയുന്ന പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ നേമത്ത് കണ്ടതാണ് അത്തരത്തിലൊരു കാഴ്ച. അപ്പം ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇവിടെ UDFിൽ നിന്നും അല്ലെങ്കിൽ UDFന് വീഴേണ്ട വോട്ടുകൾ BJPയിലേക്ക് വഴിതിരിച്ച് വിട്ടുകൊണ്ട് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുകയും ഒന്ന് BJP ജയിക്കാനുള്ള സാധ്യതകൾ കൂടി ഒരുങ്ങുന്നു.
അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇവിടെ വീഴേണ്ടിയിരുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്ക് കൂടി ഇട്ടുകൊടുത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിജയിപ്പിക്കാൻ BJPയുടെ സ്വസിദ്ധമായ വോട്ടുകൾ കൂടി കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFിലേക്ക് കൊടുത്തുകൊണ്ട് UDFിന് വിജയിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടി ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പലയിടങ്ങളിലും 10 മുതൽ 15% വരെയുള്ള വോട്ട് വർധന ഈ NDA എന്ന് പറയുന്ന മുന്നണി വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ പരിതാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശൈലജ ടീച്ചർ അടക്കമുള്ള ശ്രീമതി ടീച്ചർ അടക്കമുള്ള അങ്ങനെ വരുന്ന പല മുൻനിര നേതാക്കന്മാർക്കും അർഹമായ സ്ഥാനവും അവരാവശ്യപ്പെടുന്ന അവരുടെ വിജയസാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മണ്ഡലങ്ങൾ നൽകി അവരെ അതായത് മണ്ഡലങ്ങളും കൂടി നൽകിക്കൊണ്ട് അവരെ മത്സരിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു പണ്ട് നേരത്തെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 2016 21 അത്രയ്ക്ക് വിജിലൻ്റായിട്ട് നിന്നുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്തവണ കുറച്ച് വിജിലൻ്റ് ആയേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിൽ CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്നത് പറയേണ്ടി വരും. വികസനത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇവിടെ ഇപ്പോൾ വർഗീയതയും അതോടൊപ്പം ചില കള്ളത്തരങ്ങളും ഒക്കെ അരങ്ങ് വാണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ശരിക്കും ഇന്നത്തെ കേരള രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വികസന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഘട്ടത്തിലൂടെയാണ് ശരിക്കും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.